രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒരു നൂലിൽ കെട്ടിയ മക്കളെ പോലെ ചേർത്ത് വെച്ചുകൊണ്ട് മനോഹരമായ ഫത്വ പുറപ്പെടുവിപ്പിച്ചുകൊണ്ട് പണ്ഡിത തറവാട്ടിലെ കാരണവരും ഇമാം ഷാഹു വലിയുള്ള ദഹ്ലവിയുടെ പുത്രനുമായിട്ടുള്ള ഇമാം അബ്ദുൽ അസീസ് ദഹ്ലവി തുടങ്ങി വെച്ച 1703 തുടങ്ങി വെച്ച മഹത്തായ പ്രവർത്തനം പണ്ഡിതന്മാർ അവരുടെ രക്തം കൊണ്ടും ജീവിതം കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും അത് ഏറ്റെടുക്കുകയും ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെ അവർക്ക് നേതൃത്വം കൊടുക്കുകയും ഇന്ത്യയിലെ ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ രക്തം ഷഹാദത്ത് ആ മാർഗത്തിൽ നിർവഹിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ആയിരക്കണക്കിന് മദ്രസകൾ തകർക്കപ്പെടുകയും 1.5 ലക്ഷത്തോളം ഉലമാക്കളെ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ഷഹാദത്ത് ഏൽപ്പിച്ച് മരങ്ങളിൽ കെട്ടിത്തൂക്കുകയും ചെയ്ത സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. അങ്ങനെ പണ്ഡിതന്മാരുടെ ആ ചൈത്രയാത്രയിൽ മുഹമ്മദ് ഖാസിം നാനൂത്തവി റഹിമഹുല്ലാഹയുടെ പ്രിയങ്കര ശിഷ്യനായി ഇന്ത്യയിലും ലോകത്തും അറിയപ്പെടുന്ന മുഹദ്ദിസ് ഖുർആന്റെ പണ്ഡിതൻ മുഫസ്സിർ ശൈഖുൽ ഹിന്ദ് മൗലാന മഹ്മൂദ് ഹസൻ ദൈവബന്ദി റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്നും ആ പരമ്പരയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ മഹത്തായ മറ്റൊരു പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയുണ്ടായി. ശൈഖുൽ ഹിന്ദിന്റെ വരവോടുകൂടി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള പോരാട്ട ഭൂമികയിലേക്ക് ജനങ്ങളെ സജ്ജമാക്കാൻ ശൈഖുൽ ഹിന്ദ് റഹ്മത്തുള്ളാഹി അലൈഹി പരിപാടികൾ ആസൂത്രണം ചെയ്തു. അതിനു മുമ്പ് വിവിധ പ്രസ്ഥാനങ്ങളും വിവിധ സംഘടനകളും മുസ്ലിമീങ്ങൾ ഒറ്റതിരിഞ്ഞും മറ്റുള്ളവർ മാറിയും നിന്നുകൊണ്ടുള്ള പോരാട്ടമാണ് നടന്നതെങ്കിൽ ശൈഖുൽ ഹിന്ദ് ഹദ്റത്ത് മൗലാന മഹ്മൂദ് ഹസൻ ദൈവബന്ദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വരവോടുകൂടി പട്ടുതൂവാല പ്രസ്ഥാനം എന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമാക്കിക്കൊണ്ട് പ്രത്യേക ഭരണകൂടം സ്ഥാപിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുഴുവൻ ജനവിഭാഗങ്ങളെയും മുഴുവൻ മനുഷ്യരെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും സിഖിനെയും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിക്ക് ശൈഖുൽ ഹിന്ദ് നേതൃത്വം വഹിക്കുകയുണ്ടായി. നമ്മൾ ഇന്ന് ഈ നഗരിക്ക് പേരിട്ടിരിക്കുന്നത് ശൈഖുൽ ഹിന്ദ് നഗരം എന്നാണ്. നമ്മൾ ഡൽഹിയിൽ പോയാൽ ജാമിയ മില്ലിയ എന്ന് പറയുന്ന ഒരു ഗ്രാമം മുഴുവൻ നീണ്ടുകിടക്കുന്ന ജാമിയ മില്ലിയ നമുക്ക് കാണാൻ സാധിക്കും. ജാമിയ മില്ലിയയ്ക്ക് തലക്കല്ലിട്ടിരിക്കുന്നത് ശൈഖുൽ ഹിന്ദ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ശൈഖുൽ ഹിന്ദിന്റെ കവാടത്തിലൂടെ മാത്രമേ ജാമിയയുടെ അകത്തേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അലിഗഡ് പ്രസ്ഥാനം ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ സമീപനം സ്വീകരിച്ചപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ചേർത്ത് വെച്ചുകൊണ്ട് ശൈഖുൽ ഹിന്ദ് ജാമിയ മില്ലിയയ്ക്ക് രൂപം കൊടുക്കുകയും ഡൽഹിയുടെ നല്ലൊരു പ്രദേശം ജാമിയ മില്ലിയ എന്ന് പറയുന്ന മഹത്തായ കലാലയം ഇന്നും തലമുയർത്തി നിൽക്കുന്നത് ശൈഖുൽ ഹിന്ദിന്റെ പേരിലാണ്. ഒരിക്കൽ ജാമിയ മില്ലിയ ഇന്ത്യ എന്ന് പറയുന്ന സ്വതന്ത്ര ഭാരതം നടപ്പിലായതിനു ശേഷം ആ രാജ്യത്ത് നമ്മുടെ ജാമിയ മില്ലിയയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പ്രിയങ്കരനായ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി, കാപട്യങ്ങളില്ലാത്ത പ്രധാനമന്ത്രി, ഈ രാജ്യത്തെ രാജ്യമായി സ്വതന്ത്ര ഭാരതമായി നയിക്കുന്നതിൽ ഒരുപാട് പങ്ക് വഹിച്ച പ്രിയപ്പെട്ട ചാച്ചാ നെഹ്റു, ജവഹർലാൽ നെഹ്റു അവർ നഗ്നഭാഗനായി സെക്യൂരിറ്റി ഇല്ലാതെ ജാമിയ മില്ലിയയുടെ കവാടത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഇത് ശൈഖുൽ ഹിന്ദിന്റെ സ്ഥാപനമാണ്, ഇത് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ കേന്ദ്രമാണ്, ഇതിലൊരു പോർട്ട് പോലും ഏർപ്പാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജീവിച്ചിരുന്ന ഒരു നാട്ടിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. ഞാൻ ശൈഖുൽ ഹിന്ദിനെ കുറിച്ച് പറഞ്ഞത് ഇന്ന് നമ്മുടെ ഈ മഹത്തായ നഗരിക്ക് നമ്മൾ നാമകരണം ചെയ്തിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ശരിയായ ദിശയിലേക്ക് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ചേർത്ത് വെച്ചുകൊണ്ട്
പുതിയൊരു ശൈലിക്ക് രൂപം കൊടുത്ത മഹാവ്യക്തിത്വത്തിന്റെ പേരാണ് ഷെയ്ഖുൽ ഹിന്ദ് ഹസ്രത്ത് മൗലാന മഹ്മൂദുൽ ഹസൻ ദൈവബന്ദി എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഷെയ്ഖുൽ ഹിന്ദ് തുടങ്ങി വെച്ച ആ അവസാനം ഷെയ്ഖുൽ ഹിന്ദ് മാൾട്ടായിലെ ജയിലറകളിലേക്ക് അടക്കപ്പെടുകയുണ്ടായി. 7 കടലുകൾക്കപ്പുറമുള്ള യൂറോപ്പിലെ ആ കടൽ ആ ജയിലറയിൽ അടക്കപ്പെട്ടു 9 വർഷത്തോളം മാൾട്ട ജയിലിൽ അടക്കപ്പെട്ട ഷെയ്ഖുൽ ഹിന്ദ് അവസാനം ബ്രിട്ടീഷുകാരുടെ കോടതി മോചനപ്പെട്ട് ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വരുമ്പോൾ, ബോംബെ കടപ്പുറത്തേക്ക് വരുമ്പോൾ മഹാനായ വ്യക്തിത്വത്തെ ഷെയ്ഖുൽ ഹിന്ദിനെ സ്വീകരിക്കാൻ അന്ന് പോയ മഹാനായ വ്യക്തിയുടെ പേരാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ ബഹുമാന്യനായ രാഷ്ട്രപിതാവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മഹാത്മനായ ഷെയ്ഖുൽ ഹിന്ദിനെ സ്വീകരിക്കാൻ ചെന്നത്. ഇന്ത്യയിൽ ഏകപക്ഷീയമായ അല്ലെങ്കിൽ ഒറ്റ തിരിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കപ്പുറം ജനങ്ങൾ മുഴുവൻ സംഘടിച്ചു നിന്നുകൊണ്ട്, മുഴുവൻ ജനങ്ങളും ചേർന്നു നിന്നുകൊണ്ടുള്ള പോരാട്ടങ്ങളും പദ്ധതികളും മാത്രമാണ് ഈ രാജ്യത്തിന്റെ ശൈലിയിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പഠിപ്പിച്ച വ്യക്തിത്വത്തിന്റെ പേരാണ് ഷെയ്ഖുൽ ഹിന്ദ്. ഇമാം ഷാഹു വലിയുള്ളാഹ് ദഹ്ലവി തുടങ്ങി വെച്ചു. ഷാ അബ്ദുൽ ലത്തീഫ് ദഹ്ലവിയിലൂടെ, ഇമാം മുഹമ്മദ് ഖാസിം നാനൂതവിയിലൂടെ മൗലാന ഷെയ്ഖുൽ ഹിന്ദ് ഹസ്രത്ത് മൗലാന മുഹമ്മദ് ഹസൻ ദൈവബന്ദിയിലൂടെ, ഷെയ്ഖുൽ ഇസ്ലാം ഹുസൈൻ അഹമ്മദ് മദനിയിലൂടെ ആ പരമ്പര നീണ്ടു നിൽക്കുന്നു. ആ പരമ്പരയിൽ ജനിച്ച മഹാവ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഹസ്രത്ത് മൗലാന സയ്യിദ് അർഷദ് മദനി എന്ന് പറയുന്ന വ്യക്തിത്വം. ഇന്ന് മുസ്ലിമീങ്ങളുടെ പൊതു പ്രശ്നങ്ങളിൽ ഇത്ര ആധികാരികമായി, മുസ്ലിമീങ്ങളുടെ എന്നല്ല, ഇവിടുത്തെ പീഡിത വിഭാഗങ്ങൾക്ക് വേണ്ടി അതിശക്തമായി സംസാരിക്കുകയും ഒരു ഭരണകൂടത്തെയും ഭയക്കാതെ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്ന ലോക പ്രശസ്തനായ മഹാപണ്ഡിതനാണ് ഹസ്രത്ത് മൗലാന സയ്യിദ് അർഷദ് മദനി. ഞാൻ ഇത്തരം വിഷയങ്ങളിലെല്ലാം